ഇടതുമുന്നണി യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. ബസ്, ഓട്ടോ, ടാക്സി നിരക്ക് വർദ്ധിപ്പിക്കുന്ന കാര്യം യോഗത്തിൽ തീരുമാനമാകും. മിനിമം ചാർജ് നിരക്ക് 8 നിന്ന് 12 രൂപയാക്കണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. സിൽവർ ലൈൻ വിരുദ്ധ സമരവും യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. വി അരുൺ ചേർന്നു. അരുൺ, പ്രധാനമായും LDF യോഗം ചർച്ച ചെയ്യുന്നത് ബസ് സമരം തന്നെയാണോ? ആണെങ്കിൽ ഏത് രീതിയിലുള്ള നിരക്ക് വർധനയിലേക്ക് ബസ് ഉടമകളുടെ ആവശ്യം പരിപൂർണമായി അംഗീകരിക്കുന്ന ഒരു നിരക്ക് വർധനയിലേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? വിവരങ്ങൾ. ബസ് ചാർജ് വർധനയിൽ ഇടതുമുന്നണി യോഗം തീരുമാനമെടുക്കും. സംസ്ഥാനത്ത് ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്ന ബസ് ഉടമകളുടെ ആവശ്യത്തോട് സർക്കാരിനും എതിരഭിപ്രായമില്ല. പക്ഷേ മിനിമം ചാർജ് 8 നിന്ന് 12 ആക്കണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. അത് അംഗീകരിച്ചു കൊടുക്കാനിടയില്ല. രാമേന്ദ്രൻ കമ്മിറ്റി ബസ് ചാർജ് വർധനയെപ്പറ്റി, ബസ് ഉടമകളുടെ ആവശ്യത്തെപ്പറ്റി പഠിച്ച രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് ബസ് ചാർജ് മിനിമം ചാർജ് 10 രൂപ വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ്. ഒരുപക്ഷെ അത്തരമൊരു തീരുമാനമാകാം ഉണ്ടാകുന്നത്. ഇടതുമുന്നണി യോഗത്തിലാകും ഇതിൽ നിർണായകമായ തീരുമാനമെടുക്കുക. മാത്രമല്ല, വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്കിൽ കുറവ് വരുത്താൻ മിനിമം ചാർജ് എത്രയാണോ അതിന്റെ പകുതി തുക വിദ്യാർത്ഥികൾ ഈടാക്കണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. അതിനോടും സർക്കാരിന് യോജിക്കാനാകില്ല. കാരണം വിദ്യാർത്ഥി സംഘടനകൾ വലിയ പ്രതിഷേധം നേരത്തെ അറിയിച്ചു നടത്താൻ നീക്കമുണ്ടാകുമെന്ന സൂചന വന്നപ്പോൾ തന്നെ പ്രതിഷേധം അറിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ തീരുമാനം ഉണ്ടാകില്ല. സംസ്ഥാനത്ത് ഓട്ടോ, ടാക്സി നിരക്കിലും വർധനയുണ്ടാകും. ഓട്ടോയുടെയും ടാക്സിയുടെയും ഓട്ടോറിക്ഷകളുടെയും ടാക്സി കാറുകളുടെയും മിനിമം നിരക്ക് വർദ്ധിപ്പിക്കും. ഓട്ടോറിക്ഷയുടെ മിനിമം നിരക്ക് 25 നിന്ന് 30 രൂപ വർദ്ധിപ്പിക്കാനാണ് സാധ്യതയുള്ളത്. 1.5 കിലോമീറ്ററാണ് മിനിമം ദൂരം. അത് കഴിഞ്ഞുള്ള ഓരോ കിലോമീറ്ററും 12 രൂപ വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. 15 രൂപയാക്കണമെന്ന ആ മേഖലയിലെ തൊഴിലാളി യൂണിയനുകളുടെ ആവശ്യം അംഗീകരിക്കാൻ ഇടയില്ല. ടാക്സിക്കാറുകളുടേത് 175 നിന്ന് മിനിമം ചാർജ് 200 225 വരെ ഉയർത്താനും സാധ്യതയുണ്ട്. ഏതായാലും ഇപ്പോൾ പുരോഗമിക്കുന്ന മുന്നണി യോഗം തന്നെയാകും ഇക്കാര്യത്തിൽ പ്രധാന തീരുമാനമെടുക്കേണ്ടത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു രൂപരേഖ, ഒരു റിപ്പോർട്ട് ഗതാഗത വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. അതും സർക്കാരിൻ്റെ മുന്നണി യോഗത്തിൻ്റെയും പരിഗണനയിലുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാകും ബസ് ചാർജ്, അതിനൊപ്പം തന്നെ ഓട്ടോ, ടാക്സി നിരക്കുകളിലും വർധനയുണ്ടാവുക. ഇന്ന് തന്നെ ഈ തീരുമാനം പ്രഖ്യാപിക്കാനാണ് സാധ്യത. വി അരുൺ വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് IT പാർക്കുകളിൽ മദ്യവിൽപ്പനശാലകൾ തുടങ്ങാൻ തീരുമാനം. ബ്രൂവറികൾക്കും വൈനറികൾക്കും ലൈസൻസ് അനുവദിക്കും. മദ്യവിൽപ്പനശാലകളിലെ തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ പ്രീമിയം മദ്യ കൗണ്ടറുകൾ അനുവദിക്കാനും സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ച മദ്യനയം ശുപാർശ ചെയ്തു. IT പാർക്കുകളിൽ പബ്ബുകൾ തുടങ്ങാനായിരുന്നു ആലോചനയെങ്കിലും മദ്യനയത്തിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. പകരം ബാർ, റെസ്റ്റോറന്റുകൾ എന്ന പേരിലാകും മദ്യവിൽപ്പനശാലകൾ. IT പാർക്കുകളിലെ ജീവനക്കാർക്കും അതിഥികൾക്കും പ്രവൃത്തി സമയത്തിനു ശേഷമുള്ള വിനോദത്തിന് അവസരമില്ലെന്ന പരാതി ഒഴിവാക്കാനാണ് നടപടി. പാർക്കുകളിലെ പ്രത്യേക സ്ഥലങ്ങളിൽ കർശനമായ വ്യവസ്ഥകളോടെ മദ്യം നൽകുന്നതിന് പ്രത്യേക ലൈസൻസ് അനുവദിക്കും. സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദമാക്കുന്നതിന് ഇത്തരം ലൈസൻസുകൾ അനിവാര്യമാണെന്ന് മദ്യനയം പറയുന്നു. സംസ്ഥാനത്ത് ആവശ്യമായ വിദേശ മദ്യമോ ബിയറോ ഉത്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. അതിനുള്ള പരിഹാര മാർഗമാണ് ബ്രുവറി ലൈസൻസ്. കള്ളിന്റെ ഉത്പാദനം, അന്തർജില്ലാ റേഞ്ച് നീക്കം എന്നിവ നിരീക്ഷിക്കുന്നതിന് ട്രാക്ക് ആൻഡ് ട്രേസ് സംവിധാനം ഏർപ്പെടുത്തും. 3 സ്റ്റാർ മുതൽ ക്ലാസിഫിക്കേഷനുള്ള ഹോട്ടലുകൾക്ക് മാത്രമാണ് നിലവിൽ സംസ്ഥാനത്ത് ബാർ ലൈസൻസ്. ഇത് തുടരും. മദ്യവിൽപ്പനശാലകളെ ക്യൂ മുക്തമാക്കും. കൂടുതൽ മദ്യവിൽപ്പനശാലകൾ വാക്ക് ഇൻ ഫെസിലിറ്റി സംവിധാനത്തോടെ നവീകരിക്കും. പൂട്ടിപ്പോയ വിൽപ്പനശാലകളും പ്രീമിയം ഷോപ്പുകളായി പുനരാരംഭിക്കും. ആളുകൾക്ക് അകത്ത് തന്നെ ഇരിക്കാനും അവിടുന്ന് അവർക്ക് എന്താണോ ആവശ്യമുള്ളത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാനും എല്ലാം ഓൺലൈൻ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് കാര്യങ്ങൾ എല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്ത്. കശുമാങ്ങ, കൈതച്ചക്ക, ചക്ക, വാഴപ്പഴം, ജാതിത്തൊണ്ട് എന്നിവയിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനും മദ്യനയം നിർദ്ദേശിക്കുന്നു. കാർഷിക മേഖലയുടെ പുനരുജ്ജീവനത്തിനായാണ് ധാന്യങ്ങൾ ഒഴികെയുള്ള കാർഷികോൽപ്പന്നങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണ് മദ്യനയം പറയുന്നത്. വിനോദസഞ്ചാര മേഖലകളിൽ മദ്യം ലഭ്യമായില്ലെങ്കിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിക്കും. അതുകൊണ്ട് വിനോദസഞ്ചാര മേഖലകളിൽ മദ്യലഭ്യത ഉറപ്പാക്കും. മദ്യനിരോധനം അപ്രായോഗികമായതിനാൽ മദ്യവർജനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുന്ന നയത്തിലാണ് പുതിയ മദ്യവിൽപ്പനശാലയുടെ കാര്യത്തിൽ ഉദാര സമീപനമെന്നതും ശ്രദ്ധേയം. ന്യൂസ് 18 തിരുവനന്തപുരം. സിൽവർ ലൈൻ സർവേക്കെതിരെ ഇന്നും പ്രതിഷേധം. കൊല്ലം, കൊട്ടിയം, തഴുത്തലയിൽ പ്രതിഷേധത്തെ തുടർന്ന് കല്ലിടൽ നിർത്തിവെച്ചു. ചോറ്റാനിക്കരയിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. പദ്ധതിക്കെതിരെ പത്തനംതിട്ട ആറാട്ടുപുഴയിൽ കോൺഗ്രസ് BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. ഇതല്ല സർക്കാരിന്റെ ഭൂമിയാണ്. ഞങ്ങൾ സർക്കാരിന്റെ ഭൂമിയിലൊന്നും പോയി താമസിക്കുന്നില്ല. ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയ വസ്തുവാണ് 10 സെന്റ്. അതിന് മുഖ്യമന്ത്രി പറയുന്നത് എന്ത് വന്നാലും നടക്കും. സർവേ കല്ലിടാൻ ഉദ്യോഗസ്ഥർ എത്തുമെന്ന വിവരത്തെ തുടർന്നാണ് കൊല്ലം തഴുത്തലയിൽ നാട്ടുകാർ സംഘടിച്ചത്. ഗ്യാസ് സിലിണ്ടർ തുറന്നുവെച്ച നാട്ടുകാരിൽ ചിലർ ആത്മഹത്യാ ഭീഷണിയും മുഴക്കി. സർവേ കല്ലുമായി വന്ന വാഹനം തടഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഹനത്തിനുള്ളിൽ പ്രതീകാത്മകമായി കല്ലിട്ടു. Go back! Go back! Go back! Go back! Go back!
ജനങ്ങൾ അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ സമരം ചെയ്യുകയാണ്. എന്നിട്ടും ഗവൺമെന്റിന്റെ വാശിയാണ്. ഇത് അപകടകരമായ ഒരു വാശിയാണ്. വിവേകത്തോടു കൂടി പെരുമാറണം ഭരണകൂടം. PC വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കഞ്ഞിവെച്ചായിരുന്നു BJP പ്രതിഷേധം. സർവേ തുടരാമെന്ന സുപ്രീം കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ തുടർ നടപടി ആലോചിക്കാൻ ചോറ്റാനിക്കരയിൽ സമരസമിതി യോഗം ചേർന്നു. കല്ല് പുനഃസ്ഥാപിക്കാൻ CPM നേതാക്കൾ എത്തിയാൽ തടയാനാണ് തീരുമാനം. ജനങ്ങളെ ഭീതിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും CPM ഗുണ്ടകളെ കൊണ്ടുവന്ന് ഇതുപോലെയാണ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനെതിരായി ശക്തമായ ചെറുത്തുനിൽപ്പുണ്ടാകും. അതിനെതിരായി ശക്തമായ പ്രതിരോധമുണ്ടാകും. പദ്ധതിക്കെതിരെ കോഴിക്കോട്ട് മൂടാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ഉപരോധ സമരം നേരിയ സംഘർഷത്തിന് കാരണമായി. പഞ്ചായത്ത് ഓഫീസിന് മുന്നിലൂടെ കടന്നുപോകുകയായിരുന്ന കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും ഗോ ബാക്ക് വിളിച്ച് സമരക്കാർ പ്രതിഷേധിച്ചു. MLAക്ക് ഒപ്പമുണ്ടായിരുന്നവരും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സർവേക്കായി കല്ലിടാൻ ഉദ്യോഗസ്ഥർ എത്തുമെന്ന വിവരത്തെ തുടർന്ന് പത്തനംതിട്ട ആറാട്ടുപുഴയിൽ കോൺഗ്രസ് BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. സിൽവർ ലൈൻ ബോധവൽക്കരണ ക്യാമ്പയിനുമായി കോഴിക്കോട് വീട് കയറി CPM നേതാക്കൾ. ജില്ലാ സെക്രട്ടറി P. മോഹനന്റെ നേതൃത്വത്തിലായിരുന്നു നേതാക്കളുടെ ഭവന സന്ദർശനം. അതേസമയം മലപ്പുറം താനൂരിൽ UDF പ്രവർത്തകർ പിടിതെറിഞ്ഞ സിൽവർ ലൈൻ കല്ലുകൾ CPM പ്രവർത്തകർ പുനഃസ്ഥാപിച്ചു. കോഴിക്കോട് ജില്ലയിൽ നല്ലളത്താണ് സിൽവർ ലൈൻ ബോധവൽക്കരണവുമായി CPM നേതാക്കളുടെ ഭവന സന്ദർശനം. സിൽവർ ലൈൻ പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്നും പുറമേ നിന്നുള്ള ആളുകൾ തെറ്റിദ്ധരിപ്പിച്ച് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും നേതാക്കൾ. നഷ്ടപ്പെടാത്ത രൂപത്തിൽ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അതിനനുകൂലിക്കാൻ ഞാൻ തയ്യാറാണ്. അത്രയേ ഉള്ളൂ എനിക്ക് പറയാം. പുനരധിവാസം ഉറപ്പുവരുത്തുകയാണെങ്കിൽ പദ്ധതിയെ പിന്തുണയ്ക്കുമെന്നാണ് ജനങ്ങളുടെ പ്രതികരണം. കൃത്യമായ നഷ്ടപരിഹാരം ലഭിക്കണം. ബാങ്കിൽ ആധാരമുള്ളവർക്ക് അത് എടുക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ വീട് പുനരധിവാസത്തിനുള്ള പൈസ എല്ലാം തന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾ എടുപ്പിന് വരുള്ളൂ എന്ന് ഉറപ്പ് തന്നിക്കും. CPMന് സ്വാധീനമുള്ള മേഖലകളിലായിരുന്നു നേതാക്കളുടെ ഭവന സന്ദർശനം. നേരത്തെ കല്ലായി ഉൾപ്പെടെയുള്ള മേഖലകളിൽ കല്ലിടലിനെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു. അതേസമയം മലപ്പുറത്ത് താനൂർ വട്ടത്താണിയിൽ UDF പ്രവർത്തകർ പിഴുതെറിഞ്ഞ സർവേ കല്ലുകൾ CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പുനഃസ്ഥാപിച്ചു. CPM ജില്ലാ നേതാക്കൾ എത്തിയാണ് കല്ലുകൾ പുനഃസ്ഥാപിച്ചത്. ഇതിനിടയിൽ UDF കൌൺസിലർ ഫാത്തിമ പ്രതിഷേധവുമായി രംഗത്തെത്തി. ആനുകൂല്യങ്ങൾ ലഭിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അത് തരുന്നു ഒരു പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സഹകരിക്കും. മലപ്പുറം ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് 18 കോഴിക്കോട്. സിൽവർ ലൈൻ വിഷയത്തിൽ കോൺഗ്രസും BJPയും ചേർന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ആ തെറ്റിദ്ധാരണ മാറ്റാനാണ് വീടുകൾ തോറും ബോധവൽക്കരണം നടത്തുന്നത്. സർവേക്ക് സുപ്രീംകോടതി അനുമതിയുണ്ടെന്നും നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ കൊച്ചിയിൽ പറഞ്ഞു. UDFന്റെ അഭിപ്രായം നോക്കി തീരുമാനമെടുക്കാൻ പുറപ്പെട്ടാൽ കേരളം ഒരിക്കലും വികസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അവരുടെ എതിർപ്പ് ഒരു ഭാഗത്ത് തുടരട്ടെ. ഇടതുപക്ഷ ജനാധിപത്യങ്ങളിൽ ജനങ്ങളെ കൂടെ നിർത്തി പദ്ധതി നടത്തും. ജനങ്ങളല്ല UDFകാരാണ്, അവർക്കാണ് ബോധ്യപ്പെടാത്തത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് ആ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഞങ്ങൾ ഇപ്പം ജനങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പം ഇന്നലെ ചെങ്ങന്നൂരിൽ പോയപ്പോൾ കണ്ടില്ലേ, മന്ത്രി ഉൾപ്പെടെ പോയി ആൾ പറഞ്ഞില്ലേ ഞങ്ങൾ ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇറങ്ങിച്ചെല്ലുമ്പോൾ ആ കാര്യം മനസ്സിലാകുമ്പോൾ അവരിതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. മന്ത്രിമാർ സിൽവർ ലൈൻ കല്ല് പുനഃസ്ഥാപിക്കുന്നതിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കല്ല് സ്ഥാപിക്കലാണോ മന്ത്രിമാരുടെ ജോലിയെന്ന് VD സതീശൻ ചോദിച്ചു. കേരള ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട പണി മന്ത്രിമാർ ചെയ്യേണ്ട. ആര് കല്ല് സ്ഥാപിച്ചാലും പിഴുതെറിയുമെന്നും VD സതീശൻ പറഞ്ഞു. അല്ല, മന്ത്രിമാരുടെ ജോലി അതാണെന്നാണ് അവർ ആലോചിക്കേണ്ടത്. കേരള ഉദ്യോഗസ്ഥർ ചെയ്യുന്ന ജോലി അവർ ചെയ്യേണ്ട ആവശ്യമില്ല. ആര് കൊണ്ടുപോയി തിരിച്ച് കല്ലിട്ടാലും ആ കല്ല് പിഴുതെറിയും. ഇവിടെ ചിലർ പറയുന്നു കോടതി വിധി വന്നു, സുപ്രീം കോടതി വിധി വന്നു. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയൊക്കെ വിധി വളരെ സാങ്കേതികം മാത്രമാണ്. സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് അനുസരിച്ച് അതിൻ്റെ സെക്ഷൻ 6 അനുസരിച്ച് കല്ലിടറോ വേണ്ടേ എന്നുള്ളൊരു നിസ്സാര പ്രശ്നം മാത്രമാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ചർച്ച ചെയ്തത്. ഞങ്ങളാരും കോടതി പോയിട്ടില്ലല്ലോ. അപ്പോൾ അതെല്ലാം സാങ്കേതികം മാത്രമാണ്. ഈ പദ്ധതി നടപ്പാക്കാൻ കേരളത്തിൽ അനുവദിക്കുന്ന പ്രശ്നമില്ല.
സിൽവർ ലൈൻ പദ്ധതിയിൽ നിലപാട് വ്യക്തമാക്കി കത്തോലിക്ക സഭ. സഭയെ വികസന വിരോധികളെന്ന് മുദ്രകുത്തുന്നവർ ഒരു കാലത്ത് ട്രാക്ടറിനെയും കമ്പ്യൂട്ടറിനെയും എതിർത്ത് ചരിത്രമുള്ളവർ. ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ലഭിക്കാതെയും പൊതുജനത്തിന്റെ ആശങ്ക ദൂരീകരിക്കാതെയും പദ്ധതിയെ ന്യായീകരിക്കാൻ കഴിയില്ല. സംശയങ്ങൾ ദൂരീകരിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കാത്തത് സംശയം ജനിപ്പിക്കുന്നു. പോലീസിനെ രംഗത്തിറക്കി ബലം പ്രയോഗിക്കുന്നത് ആശങ്കാജനകമാണ്. ബലപ്രയോഗത്തിലൂടെ വികസനമെന്ന പേരിൽ കിരാത നടപടികൾക്ക് തുനിയുന്നത് വിരോധാഭാസമാണെന്നും ദീപിക ദിനപത്രത്തിലെ ലേഖനത്തിൽ സഭ വ്യക്തമാക്കുന്നു. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതി ഉത്തരവിനെതിരെ അപ്പീലുമായി കന്യാസ്ത്രീ. കോടതി വിധി തെറ്റായ രീതിയിലെന്ന് ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ കന്യാസ്ത്രീ പറയുന്നു. തെളിവുകൾ പരിശോധിക്കുന്നതിൽ വിചാരണ കോടതി പരാജയപ്പെട്ടുവെന്നും അപ്പീലിലുണ്ട്. അതേസമയം ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷന് സർക്കാർ അനുമതി നൽകി. സിജോ വിജോൺ ചേരുന്നു. സിജോ, സർക്കാർ അപ്പീൽ നൽകുന്നു, ഒപ്പം തന്നെ കന്യാസ്ത്രീയും അപ്പീൽ നൽകുന്നത്. ഏത് രീതിയിലാണ് നിയമപരമായിട്ട് ഇതിന്റെ നടപടിക്രമങ്ങളിലേക്ക് മുന്നോട്ട് പോകുക? വിവരങ്ങൾ. അപർണ, കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ ജനുവരി 14 തീയതിയായിരുന്നു കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നത്. ഈ വിധിയിൽ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം, ഇത് കേസ് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. മാത്രമല്ല ഈ ഇരയായ കന്യാസ്ത്രീയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നുള്ള കാര്യമാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയാണ് അന്ന് ഈ ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റമുക്തനാക്കി ചെയ്തിരുന്നത്. ഈ കോടതിയുടെ ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ ഈ കന്യാസ്ത്രീ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തെറ്റായ രീതിയിലാണ് ഈ വിധി. മാത്രമല്ല ഈ വിചാരണ കോടതി താൻ ഹാജരാക്കിയ തെളിവുകൾ, പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകൾ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നൊരു കാര്യവും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കന്യാസ്ത്രീക്ക് ഒപ്പം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഈ വിധി വന്നതിന് പിന്നാലെ പോലീസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ അപ്പീലിന് പോകണം, അതിനുള്ള അനുമതി നൽകണം എന്നുള്ളൊരു കാര്യം. എന്തായാലും അതിനുശേഷമാണ് AGയോട് സർക്കാർ നിയമോപദേശം തേടിയത്. ഇതിൽ ഒരു അപ്പീലിനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ള ഒരു നിയമോപദേശമാണ് AG സർക്കാരിന് നൽകുകയും ചെയ്തിരുന്നത്. ഈ AGയുടെ നിയമോപദേശം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതിനുള്ള അനുമതി പ്രോസിക്യൂഷൻ വിവരങ്ങൾ നൽകിയത്. CPI മന്ത്രിമാരുടെ എതിർപ്പ് വകവയ്ക്കാതെ ലോകായുക്ത ഭേദഗതി ഓർഡിനൻസ് പുതുക്കിയിറക്കാൻ മന്ത്രിസഭാ യോഗത്തിന്റെ ശുപാർശ. കാലാവധി കഴിഞ്ഞ ഓർഡിനൻസുകൾ പുനർവിളംബരം ചെയ്യാനുള്ള അജണ്ട ചർച്ചയ്ക്കെടുത്തപ്പോഴാണ് മന്ത്രി കെ രാജൻ CPIയുടെ വ്യത്യസ്ത അഭിപ്രായം അറിയിച്ചത്. രാഷ്ട്രീയ ഐക്യം വേണ്ട വിഷയമായതിനാൽ തീരുമാനം മാറ്റിവെക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ ഓർഡിനൻസ് ലാപ്സ് ആകാതിരിക്കേണ്ട ഉത്തരവാദിത്തം മന്ത്രിസഭയ്ക്കുണ്ടെന്ന് പറഞ്ഞ നിയമമന്ത്രി ഓർഡിനൻസ് പുതുക്കിയിറക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. നിയമ ഭേദഗതി ബില്ലായി നിയമസഭയിൽ വരുമ്പോൾ ചർച്ചയാകാമെന്ന നിലപാടിലാണ് CPM. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് നേരെ ആക്രമണം. CCTV ക്യാമറകൾ അക്രമികൾ തകർത്തു. ഗേറ്റിനോട് ചേർന്ന സുരക്ഷാ മതിലും കേടുവരുത്തി. കശ്മീരി പണ്ഡിറ്റുകൾക്ക് വേണ്ടത് സിനിമയല്ല പുനരധിവാസമാണെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയായിരുന്നു ആക്രമണം. BJP ഗുണ്ടകളാണ് വീടാക്രമിച്ചതെന്ന് ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ആരോപിച്ചു. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്താണ് ആക്രമണം സംബന്ധിച്ച് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ? എന്താണ് സംഭവിച്ചത്? വിവരങ്ങളിലേക്ക്. അപർണ, കശ്മീരി ഫയൽസ് എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നടത്തിയ പരാമർശത്തിനെതിരെയാണ് BJP വലിയ പ്രതിഷേധം നടത്തിയത്. ഏതാണ്ട് 200ഓളം വരുന്ന BJP പ്രവർത്തകർ ഡൽഹിയിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലേക്ക് പ്രതിഷേധ പ്രകടനവുമായി എത്തുകയായിരുന്നു. ഇവർ CCTVകൾ ഉൾപ്പെടെ അടിച്ചു തകർക്കുകയും അതോടൊപ്പം തന്നെ സുരക്ഷാ മതിലിന് ഉൾപ്പെടെ കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. ഈ മതിലിലേക്ക്, ഗേറ്റിലേക്ക് ഇവർ പെയിന്റ് വലിച്ച് എറിഞ്ഞ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായി. പോലീസിന്റെ മുന്നിൽ ആയിരുന്നു ഇത്തരത്തിൽ പ്രവർത്തകർ വലിയ തോതിൽ അക്രമം നടത്തിയത്. ഡൽഹി പോലീസിന്റെ അറിവോടുകൂടിയുള്ള, സമ്മതത്തോടുകൂടിയുള്ള ഒരു അതിക്രമമാണ് നടന്നത് എന്നാണ് ഇപ്പോൾ AAP വിമർശനം ഉന്നയിക്കുന്നത്. നേരത്തെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട കശ്മീരി ഫയൽസ് എന്ന ചിത്രത്തിന് നികുതി ഇളവ് നൽകണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ BJP ഉന്നയിച്ചിരുന്നു. എന്നാൽ അത്തരത്തിൽ ഇളവ് നൽകാനാകില്ല എന്നും യൂട്യൂബിൽ ഉൾപ്പെടെയുള്ള
പ്ലാറ്റ്ഫോമുകളിൽ ചിത്രം റിലീസ് ചെയ്യൂ എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. അതോടൊപ്പം തന്നെ കശ്മീരി പണ്ഡിറ്റുകൾക്ക് ആവശ്യം സിനിമയല്ല, മറിച്ച് അവരുടെ പുനരധിവാസമാണ് ഉറപ്പാക്കേണ്ടത് എന്നതുൾപ്പെടെയുള്ള പരാമർശങ്ങൾ ഡൽഹി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ പണ്ഡിറ്റുകളെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന ആരോപണമാണ് BJP പ്രവർത്തകർ ഉന്നയിച്ചത്. കശ്മീരി പണ്ഡിറ്റുകളുടെ വംശഹത്യയുമായി ബന്ധപ്പെട്ടിറങ്ങിയ ഒരു ചിത്രത്തെ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ പണ്ഡിറ്റുകളെ അപമാനിച്ചു എന്ന ആക്ഷേപം ഉയർത്തിക്കൊണ്ടാണ് മുദ്രാവാക്യം വിളികളും പ്ലക്കാർഡുകളുമായി 200ഓളം വരുന്ന BJP പ്രവർത്തകർ വസതിക്ക് മുന്നിലേക്ക് എത്തിയത്. അതിനുശേഷം അവർ അക്രമാസക്തരാവുകയായിരുന്നു. ഗേറ്റ് അടിച്ചു തകർക്കാനടക്കം ശ്രമം നടത്തുകയുമൊക്കെ ചെയ്തു. എന്നാൽ ഇതിൽ 70 പേരെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഡൽഹി പോലീസിന്റെ നിയന്ത്രണം കേന്ദ്ര സർക്കാരിനാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുമില്ല. അപർണ. KP അഭിലാഷ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത 3% വർദ്ധിപ്പിച്ചു. ഇന്ന് ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. 31% ക്ഷാമബത്ത 34% വർദ്ധിക്കുക. 50 ലക്ഷത്തോളം ജീവനക്കാർക്കും 65 ലക്ഷത്തോളം പെൻഷൻകാർക്കും പുതിയ തീരുമാനത്തിന്റെ ഗുണം ലഭിക്കും. 2022 ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് വർധന. മാർച്ചിലെ ശമ്പളത്തോടൊപ്പം പുതുക്കിയ DA ലഭിക്കും. ആറ്റിങ്ങലിൽ പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ 8 വയസ്സുകാരിയെ ആൾക്കൂട്ടത്തിൽ അപമാനിച്ച സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് സമ്മതിച്ച് സർക്കാർ ഹൈക്കോടതിയിൽ. നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാണെങ്കിലും അത് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കാൻ അനുവദിക്കണമെന്ന് സർക്കാർ വാദിച്ചു. കേസ് പിന്നീട് പരിഗണിക്കാൻ മാറ്റി. പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥയുടെ പരസ്യ വിചാരണയ്ക്കിരയായ കുട്ടിക്ക് 1.5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന സിംഗിൾ ബെഞ്ച് വിധിക്കെതിരായ അപ്പീലിലാണ് പോലീസിന് വീഴ്ച പറ്റിയതായി സർക്കാർ തുറന്നു സമ്മതിച്ചത്. കോടതി ഉത്തരവ് പ്രകാരം നഷ്ടപരിഹാരം നൽകാൻ തയ്യാറുമാണ്. എന്നാൽ പോലീസുകാരിയിൽ നിന്നും പണം ഈടാക്കാൻ അനുവദിക്കണമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. അപമാനത്തിനിരയായ പെൺകുട്ടിക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന ഉത്തരവ് നിയമപരമായി നിലനിൽക്കില്ല. പോലീസ് ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ വീഴ്ചകൾക്ക് നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിന് ബാധ്യതയില്ല. കീഴ്വഴക്കം ദൂരവ്യാപകമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും സർക്കാർ കോടതിയിൽ വാദിച്ചു. നഷ്ടപരിഹാരം നൽകാൻ കോടതി വാക്കാൽ പരാമർശിച്ചെങ്കിലും സർക്കാർ എതിർപ്പുയർത്തിയതോടെ കേസ് വേനലവധിക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റി. ന്യൂസ് 18 കൊച്ചി. തൃശൂർ കോർപ്പറേഷൻ ബജറ്റ് അവതരണത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി. പ്രതിപക്ഷം ബജറ്റ് പേപ്പറുകൾ കീറിയെറിഞ്ഞു. ബഹളത്തിനിടെ ഡെപ്യൂട്ടി മേയർ രാജശ്രീ ഗോപൻ അവതരിപ്പിച്ച് ബജറ്റ് പാസാക്കി. പ്രതിപക്ഷത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മേയർ MK വർഗീസ് പറഞ്ഞു. ബജറ്റ് അവതരണത്തിന് മുമ്പേ തന്നെ UDF അംഗങ്ങൾ ബഹളം തുടങ്ങി. മേയറുടെ മൈക്ക് പിടിച്ചു വാങ്ങി. ഇതോടെ ഭരണപക്ഷവും നടുത്തളത്തിൽ. വാക്കേറ്റം കയ്യാങ്കളിയായി. ഡെപ്യൂട്ടി മേയർ ബജറ്റ് അവതരിപ്പിക്കുന്നത് തടയാൻ പ്രതിപക്ഷം ശ്രമിച്ചതോടെ ഉന്തും തള്ളും. പലർക്കും പരിക്കേറ്റു. പൊതുമുതൽ നശിപ്പിച്ച പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ, AK സുരേഷ്, ലാലി ജെയിംസ് എന്നിവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മേയർ. സാധാരണ ജനങ്ങളെ സഹായിക്കുവാൻ തയ്യാറായ ഈ ഭരണപക്ഷം മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടയിട്ടുകൊണ്ട് ഇതുപോലെ ഭീഷണിപ്പെടുത്തുന്ന, ഗുണ്ടറൈസിംഗ് നടത്തുന്ന ഈ നടപടി ഒരിക്കലും ശരിയല്ല. ഇത് തൃശൂർ മാസ്റ്റർ പ്ലാൻ അമൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള കരട് റിപ്പോർട്ട് കൗൺസിൽ ചർച്ച ചെയ്യാതെ കേന്ദ്ര സർക്കാരിന് കൈമാറിയെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. BJPയും LDFും ഒത്തുകളിച്ച് കോടികളുടെ അഴിമതി നടത്തുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. ന്യൂസ് 18 തൃശൂർ. നടിയെ ആക്രമിച്ച കേസിൽ വാട്സ്ആപ്പ് ചാറ്റുകൾ നശിപ്പിച്ചത് താൻ തന്നെയെന്ന് നടൻ ദിലീപ്. ഫോൺ ഹാങ് ആകാതിരിക്കാനാണ് ചാറ്റുകൾ നശിപ്പിച്ചതെന്നും അന്വേഷണ സംഘത്തോട് ദിലീപ് വെളിപ്പെടുത്തി. എന്നാൽ സൈബർ വിദഗ്ധൻ സായി ശങ്കറിന്റെ വെളിപ്പെടുത്തലുകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ദിലീപ് മൗനം പാലിച്ചു. വധശ്രമ ഗൂഢാലോചന കേസിൽ ശരത്തിന്റെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. 2 ദിവസങ്ങളിലായി 16 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ ദിലീപിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്നാണ് ക്രൈംബ്രാഞ്ച് നൽകുന്ന സൂചന. ഫോൺ രേഖകൾ നശിപ്പിച്ചിട്ടില്ലെന്ന് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും വാട്സപ്പ് ചാറ്റുകൾ സ്വയം നശിപ്പിച്ചിട്ടുണ്ടെന്ന് ദിലീപ് ഇന്നലെ സമ്മതിച്ചു. മെമ്മറി ഫുള്ളാകുമ്പോൾ ഫോൺ ഹാങ് ആകും. ഇത് ഒഴിവാക്കാനാണ് വാട്സപ്പ് ചാറ്റുകൾ നശിപ്പിച്ചത്. രേഖകൾ നശിപ്പിക്കാൻ ദിലീപ് സഹായം തേടിയിരുന്നുവെന്ന സൈബർ വിദഗ്ധന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ദിലീപ് മൗനം പാലിച്ചു. തന്റെ ചാറ്റുകൾ നശിപ്പിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമായിരുന്നു മറുപടി. സംവിധായകൻ ബാലചന്ദ്രകുമാർ പുറത്തുവിട്ട ശബ്ദരേഖകളിൽ പലതും മിമിക്രിയാണെന്നും മറ്റാരോ ശബ്ദം ഡബ്ബ് ചെയ്തതാണെന്നും ദിലീപ് വാദിച്ചു. ചില ശബ്ദശകലങ്ങൾ മാത്രമാണ്
തന്റേതായുള്ളത്. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ ഗൂഢാലോചനയുടെ ഭാഗമാണ്. കോടതിയിൽ തിരിച്ചടിയുണ്ടായപ്പോഴാണ് ബാലചന്ദ്രകുമാർ പുതിയ ആരോപണവുമായി രംഗത്ത് വന്നതെന്നും ദിലീപ് ആരോപിച്ചു. ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിൽ ബാലചന്ദ്രകുമാറിന് മറുപടി നൽകാൻ ദിലീപ് തയ്യാറായില്ല. ഇതിനുള്ള മറുപടി കോടതിയിൽ നൽകുമെന്നും ദിലീപ് അന്വേഷണ സംഘത്തോട് പറഞ്ഞു. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കൊച്ചി. രാജ്യത്ത് കുതിച്ചുയർന്ന ഇന്ധനവില. പെട്രോൾ ലിറ്ററിന് 88 പൈസയും ഡീസലിന് 84 പൈസയും വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ 9 ദിവസത്തിനിടെ 8 തവണയും തുടർച്ചയായ 6ാം ദിവസവുമാണ് ഇന്ധനവില കൂട്ടുന്നത്. 9 ദിവസം കൊണ്ട് പെട്രോളിന് 6 രൂപ 1 പൈസയും ഡീസലിന് 5 രൂപ 84 പൈസയും വർദ്ധിപ്പിച്ചു. പെട്രോൾ വില വർധനയ്ക്കെതിരെ CPM ശനിയാഴ്ച ദേശീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഏപ്രിൽ മാസം 2 ദേശീയ തലത്തിൽ ഒരു ദിവസത്തെ പ്രക്ഷോഭം നടത്തണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പാലക്കാട് പാട്ടൂർ KSEB സെക്ഷൻ ഓഫീസിൽ അതിക്രമിച്ചു കയറിയ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെ 8 പേരെ സമരക്കാർ മർദ്ദിച്ച സംഭവത്തിൽ 5 പേർ അറസ്റ്റിലായി. ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കാത്തതിനെ തുടർന്നാണ് CPM ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഓഫീസിൽ കയറി ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചത്. പാട്ടൂർ ലോക്കൽ സെക്രട്ടറി പ്രമോദ്, CPM പ്രവർത്തകരായ രജനേഷ്, പ്രസാദ്, അനൂപ്, രാധാകൃഷ്ണൻ എന്നിവരാണ് അറസ്റ്റിലായ CPM നേതാക്കൾ. ഡ്യൂട്ടി തടസ്സപ്പെടുത്തൽ, മർദ്ദിക്കൽ, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. ജനങ്ങളുടെ അവകാശം ചോദ്യം ചെയ്യുന്ന എല്ലാ സമരങ്ങളോടും പണിമുടക്കിനോടും വിയോജിപ്പെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആവശ്യമുള്ളവർ പണിമുടക്കട്ടെ, എന്നാൽ ആളുകളെ നിർബന്ധിക്കുന്നതിനോട് യോജിപ്പില്ല. INTUC കോൺഗ്രസിന്റെ പോഷക സംഘടനയല്ല. പണിമുടക്കിന്റെ പേരിൽ കോൺഗ്രസുകാർ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും VD സതീശൻ പറഞ്ഞു. പണിമുടക്കിനെ എതിർക്കുന്നവർ ലജ്ജാകരമായ ദാസ്യമാണ് നടത്തുന്നതെന്ന് സ്പീക്കർ MB രാജേഷ്. മോശം ഉദ്ദേശത്തോടെയാണ് ഒറ്റപ്പെട്ട സംഭവങ്ങൾ പെരുപ്പിച്ചു കാണിക്കുന്നത്. പണിമുടക്കാൻ തൊഴിലാളികൾക്ക് അവകാശമുണ്ട്. അതിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും സ്പീക്കർ പറഞ്ഞു. ക്രിക്കറ്റ് താരം സഞ്ജു V സാംസണെ മെഴ്സിലെസ് ഐസ്ക്രീമിന്റെ ഹെൽത്ത് അംബാസിഡറായി നിയമിച്ചു. പ്രീബയോട്ടിക് കൾച്ചറും പ്രോബയോട്ടിക് ഫൈബറും സംയോജിപ്പിച്ചുള്ള രാജ്യത്തെ ആദ്യത്തെ ഐസ്ക്രീമാണ് മെഴ്സിലെസ് എന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു. കമ്പനിയുടെ ഹെൽത്ത് അംബാസിഡറായി സഞ്ജു V സാംസൺ എത്തുന്നത് പ്രചോദനകരമാണെന്ന് മാനേജിംഗ് ഡയറക്ടർ ജോസഫ് M കടമ്പുകാട്ടിൽ പറഞ്ഞു. മെഴ്സിലെസ് ബ്രാൻഡ് മാനേജർ ബിജു ജെഞ്ചമിൻ, ഹാപ്പി ഹ്യൂമൻസ് മാനേജിംഗ് പാർട്ണർ MM അനീസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി IPL വാർത്തകൾ. IPL-ൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മത്സരം രാത്രി 7:30 മുംബൈ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ നടക്കും. ഉദ്ഘാടന മത്സരത്തിൽ ചെന്നൈയെ പരാജയപ്പെടുത്തിയ ആത്മവിശ്വാസത്തിലാകും കൊൽക്കത്ത ഇറങ്ങുക. മികച്ച ടോട്ടൽ ഉണ്ടായിട്ടും പഞ്ചാബിനോട് RCB പരാജയപ്പെട്ടിരുന്നു. 29 മത്സരങ്ങളിൽ ഇരു ടീമും ഏറ്റുമുട്ടിയപ്പോൾ 16 എണ്ണത്തിൽ കൊൽക്കത്തയ്ക്കായിരുന്നു ജയം. 2021 എലിമിനേറ്റർ മത്സരത്തിൽ കൊൽക്കത്ത ബാംഗ്ലൂരിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. ബാറ്റിംഗിന് അനുകൂലമാണ് പിച്ച്. ടോസ് നേടുന്ന ടീം ഫീൽഡിംഗ് തെരഞ്ഞെടുക്കാനാണ് സാധ്യത. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.